തൃശ്ശൂർ പൂരത്തിലേക്ക് അതും മേളത്തിലേക്ക് മേള കലാകാരന്മാരുടെ കൂട്ടത്തിലേക്ക് രണ്ട് വനിതകൾ കൂടി വരുന്നു. ശ്രീപ്രിയയും ശ്രീപ്രിയ ഉണ്ട്, നമ്മുടെ രണ്ട് പേരുണ്ട്. ഇവരാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ കാത്തിരിക്കുന്നത്. പനമുക്കുംപള്ളി ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പിലാണ് ഇവർ പങ്കെടുക്കുക. ആദ്യം കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം ആരംഭിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചെറുപൂരമാണ് ഘടകപൂരമാണ് പനമുക്കുംപള്ളി. എന്താണ് നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ തൃശ്ശൂർ പൂരം പോലൊരു വലിയൊരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നതിലുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എൻ്റെ പേര് ഹൃദ്യ എന്നാണ്. എൻ്റെ വീട് താണിക്കോടാണ്. എൻ്റെ പേര് ശ്രീപ്രിയ. എൻ്റെ വീട് മുളകുന്നത്തുകാവ്. എങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത്? പട്ടിക്കാട് അജയശനാണ് എല്ലാത്തിനും മുന്നിൽ നിന്നത്. അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ സപ്പോർട്ടും അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടും എല്ലാം കൂടിയിട്ടാണ് ഞങ്ങൾ. എത്ര കാലം ഇത് പരിശീലിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷമായി ഞങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. 2 വർഷത്തോളം. ഞാൻ ആക്ച്വലി ചെണ്ടയാണ് പഠിച്ചു തുടങ്ങിയത്. ചെണ്ടയിൽ തായമ്പക മേളം അരങ്ങേറ്റം കഴിഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊട്ടൊക്കെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ മുത്തച്ഛൻ ശ്രീ കല്ലാറ്റ് ബാലകൃഷ്ണക്കുറുപ്പ് പാറമേക്കാവിലെ മുൻ കോമരായിരുന്നു. ആൾ മരിക്കുകയുണ്ടായി. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ കല്ലാറ്റ് ബാലകൃഷ്ണക്കുറുപ്പ് സ്മാരകവാദ്യ കലാകേന്ദ്രം തുടങ്ങി. അങ്ങനെ അവിടെ തായമ്പക മേളം, കുഴൽ, ശാസ്ത്രീയ നൃത്തം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അക്കാഡമിയിൽ കുഴൽ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചു, അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ തായമ്പക, കുഴൽ അങ്ങനെയുള്ള പ്രോഗ്രാംസിന് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ നാഷണൽ ഇന്റർ യൂണിവേഴ്സിറ്റി ആർട്സ് ഫെസ്റ്റിവലിൽ ഫോക്ക് ഓർക്കസ്ട്രയിൽ 2nd നേടാൻ പറ്റി. തൃശ്ശൂർ പൂരം പോലെ ഏറ്റവും വലിയ എല്ലാ കലാകാരന്മാരും, മേളായാലും കുഴൽ ഉപയോഗിക്കുന്നവരായാലും എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൽ ഒരു പങ്കെടുക്കും. നമുക്ക് പെരിയാൻകുട്ടന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാലോ. അദ്ദേഹം അത്രയും പ്രശസ്തിയിലേക്ക് വന്ന് തൃശ്ശൂർ പൂരത്തിൽ വന്നിട്ടാണ്. അത്തരത്തിലൊരു ഇവൻറ്റിലേക്ക് ഇത്ര ചെറുപ്പത്തിലെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി 2 പെൺകുട്ടികൾ കടന്നു വരികയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ കുഴൽ പഠിച്ചു തുടങ്ങിയ നാൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് തൃശ്ശൂർ പൂരത്തിന് ഏതെങ്കിലും ഒരു ചെറുപൂരത്തിനെങ്കിലും വന്നൊന്ന് കുഴൽ വായിക്കണമെന്ന്. അതും ഇതുവരെ ആരും ചരിത്രത്തിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വരാൻ പറ്റിയതിൽ. ആരാണ് വിളിച്ചത്? പനമുക്കുള്ളിക്കാരാണോ അതോ നിങ്ങൾ മേളത്തിൻ്റെ നിങ്ങളുടെ പ്രമാണിമാർ ആരാണ് വിളിച്ചത്? കുഴലിൻ്റെ പ്രമാണി പട്ടിക്കാട് അജയശനാണ് ഞങ്ങൾ വിളിച്ചത്. നിങ്ങൾ ഇതിനു മുൻപ് വേറെ പൂരങ്ങളിലേക്കും പങ്കെടുത്തിട്ടുണ്ടോ? 2-3 സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മച്ചാട് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കീരംകുളങ്ങര അമ്പലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുകയാണ് ഇത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം അല്ലെങ്കിൽ ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പേടി എന്ന് വെച്ചാൽ പേടിയൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് ഒന്ന് വായിച്ചു നോക്കിയാലോ? രണ്ടുപേരും കൂടി ഒന്ന് പിടിച്ച്. ഏതായാലും ഇവർ തൃശ്ശൂർ പൂരത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന 2 പെൺകുട്ടികളാണ്. ഇവരെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ദൃശ്യമാധ്യമം ഇപ്പോൾ പൊതു സമൂഹത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നാളെ ആദ്യം കണിമംഗല ശാസ്താവ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ ഘടകപൂരം വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തും. അതിന് തൊട്ടുപുറകിലായി പനമുക്കുംപള്ളി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണ് വടക്കുന്നാഥ സന്നിധിയിലെത്തുക. അതിൽ ഈ 2 പെൺകുട്ടികളുണ്ടാകും. തൃശ്ശൂർ പൂരത്തിൽ വരും കാലങ്ങളിൽ കൂടുതൽ സ്ത്രീകൾക്ക്, കൂടുതൽ പെൺകുട്ടികൾക്ക് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുന്ന ഒരു വിപ്ലവകരമായ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. കാരണം പുലിക്കളിക്ക് പെൺകുട്ടികൾ വന്ന സമയത്ത്, സ്ത്രീകൾ വന്ന സമയത്ത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ്. അത്തരത്തിൽ ഇനിയൊരു ചരിത്രത്തിൻ്റെ ഭാഗം വന്ന ഈ കുട്ടികൾ നാളെ പനമുക്കുള്ളി ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. ഏതായാലും നാളെ നമുക്ക് കാത്തിരിക്കാം. വലിയ ആഘോഷമാണ്. കുടമാറ്റം, അതുപോലെ തന്നെ ഇലഞ്ഞിത്രമേളം അടക്കമുള്ള കാര്യങ്ങൾ. ഇലഞ്ഞിത്രമേളത്തിലേക്ക് ഒരു പക്ഷേ ഭാവിയിൽ കുഴൽ വായിക്കാൻ സാധ്യതയുള്ള പെൺകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഏതായാലും വരും കാലങ്ങളിലും തൃശ്ശൂർ പൂരം വലിയ രീതിയിൽ പടർന്നു കയറാൻ പോകുന്ന ഒരു വടവൃക്ഷം തന്നെയാണ്. അതിൽ പുതിയ മാറ്റങ്ങൾ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരാതെ വലിയ മാറ്റങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഏവർക്കുമുള്ളത്.